ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിച്ചു. 10ാമത്തെ പരീക്ഷണ വിക്ഷേപണത്തിനായുള്ള സുരക്ഷാ പരീക്ഷണത്തിനിടെയാണ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിച്ചത്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് ഫയർ ടെസ്റ്റിനിടെ പൊട്ടിത്തെറിച്ചു. വൻ സ്ഫോടനത്തോടെയാണ് 10ാമത്തെ പരീക്ഷണ പറക്കലിന് തയ്യാറാക്കിയ സ്റ്റാർഷിപ്പ് പ്രോട്ടോടൈപ്പ് പൊട്ടിത്തെറിച്ചത്. സ്പേസ് എക്സിന്റെ ടെക്സസിലെ സ്റ്റാർബേസ് കേന്ദ്രത്തിൽ വെച്ചാണ് സംഭവം. എഞ്ചിൻ സ്റ്റാറ്റിക് ഫയർ ടെസ്റ്റ് നടത്തുന്നതിനിടെയാണ് ഷിപ്പ് 36 പൊട്ടിത്തെറിച്ചത്. സ്പേസ് എക്സ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എഞ്ചിന്റെ പ്രവർത്തനത്തിലുണ്ടായ അപാകതയാണ് അപകട കാരണം. ആളപായമില്ലെന്നും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. പരീക്ഷണ കേന്ദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശം നിരീക്ഷണത്തിലാണെന്നും പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് സുരക്ഷാ സജ്ജീകരണങ്ങൾ നടത്താൻ പരിശ്രമിക്കുന്നതായും സ്പേസ് എക്സ് എക്സിൽ കുറിച്ചു. നടന്നത് വൻ സ്ഫോടനമായതിനാൽ തന്നെ സ്റ്റാർഷിപ്പ് പ്രോട്ടോടൈപ്പിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടായെന്നാണ് വിവരം. നാശനഷ്ടം വിലയിരുത്തുകയാണെന്നും സ്റ്റാർഷിപ്പിന്റെ പറക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചതുമായാണ് വിവരം. ഏറ്റവും കരുത്തുറ്റതും ഏറ്റവും ഭാരം വഹിക്കാൻ സാധിക്കുന്നതുമായ മെഗാ റോക്കറ്റാണിത്. സ്റ്റാർഷിപ്പ് വിജയം കണ്ടാൽ ബഹിരാകാശ യാത്രയിൽ ഇത് വിപ്ലവം സൃഷ്ടിക്കും. മനുഷ്യരെയും ചരക്കുകളെയും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നതിനുതകുന്ന പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന റോക്കറ്റാണിത്. പൊട്ടിത്തെറിയിൽ സ്റ്റാർഷിപ്പിന്റെ പ്രോട്ടോടൈപ്പിനുണ്ടായ കേടുപാടുകൾ ദൗത്യം നീട്ടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്റ്റാർഷിപ്പിന്റെ വിക്ഷേപണങ്ങൾ നേരത്തെയും പരാജയപ്പെട്ടിരുന്നു. മെയ് 28-നാണ് സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ 9ാമത്തെ വിക്ഷേപണം പരാജയപ്പെട്ടത്. 8ാമത്തെയും 7ാമത്തെയും പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നേരത്തെ പരാജയപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗിനിയയിലേക്ക് കയറ്റുമതിക്കായി ഇന്ത്യ നിർമ്മിച്ച ആദ്യ ലോക്കോമോട്ടീവ് ജൂൺ 20-ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. 3000 കോടി രൂപയിലധികം വില വരുന്ന 150 ലോക്കോമോട്ടീവുകൾ 3 വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യും. ആദ്യ ലോക്കോമോട്ടീവ് ട്രെയിൻ നിർമ്മിച്ച ഇന്ത്യ. ബീഹാറിലെ മാർഹൌ ഫാക്ടറിയിൽ നിർമ്മിച്ച ലോക്കോമോട്ടീവ് ജൂൺ 20-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ഗിനിയയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ലക്ഷ്യമിട്ടാണ് രാജ്യത്തിനാകെ അഭിമാനമായി മാറുന്ന പുതിയ ലോക്കോമോട്ടീവ് നിർമ്മാണം. 2025 ജൂൺ 20-ന് റിപ്പബ്ലിക് ഓഫ് ഗിനിയയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ലോക്കോമോട്ടീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ ബോർഡിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിലീപ് കുമാർ പറഞ്ഞു. ഈ സാമ്പത്തിക വർഷത്തിൽ 37 ലോക്കോമോട്ടീവുകളും അടുത്ത വർഷത്തിൽ 82-ഉം 3-ാം വർഷത്തിൽ ബാക്കി 31-ഉം വിതരണം ചെയ്യാനാണ് പദ്ധതിയെന്നും ദിലീപ് കുമാർ അറിയിച്ചു. എല്ലാ ലോക്കോമോട്ടീവുകളിലും എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനുകൾ ഉണ്ടായിരിക്കും. പരമാവധി അനുവദനീയമായ വേഗതയിൽ 100 വാഗണുകൾ ജോഡികളായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകോത്തര ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ മികവ് എടുത്തുകാണിച്ചുകൊണ്ട് ആഗോള മത്സരാധിഷ്ഠിത ബിഡിങ്ങിലൂടെയാണ് കയറ്റുമതി പദ്ധതി കരസ്ഥമാക്കിയത്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ചരക്ക് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി ഇവയിൽ വിതരണശക്തി വയർലെസ് നിയന്ത്രണ സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നു. ഇത് മാർഹൌ ഫാക്ടറിയെ ലോക്കോമോട്ടീവ് കയറ്റുമതിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്നും ഇത് പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ദിലീപ് കുമാർ വ്യക്തമാക്കി. ഗിനിയയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് പദ്ധതിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും ഇന്ത്യ ആഫ്രിക്ക സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനും കയറ്റുമതി സഹായിക്കുമെന്ന് മന്ത്രാലയം അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുത്തൻ ലുക്കിലെത്തി നിരത്ത് കീഴടക്കാനെത്തുകയാണ് സിട്രോൺ. C3 സ്പോർട്സ് എഡിഷനാണ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ വേരിയന്റുകളിൽ മാത്രമാണ് C3 സ്പോർട്സ് എഡിഷൻ സിട്രോൺ ഇറക്കിയിരിക്കുന്നത്. ലൈവ്, ഫീൽ, ഷൈൻ വകഭേദങ്ങളിലാണ് പുതിയ C3 സ്പോർട്സ് എഡിഷൻ എത്തുക. അകത്തും പുറത്തും മാറ്റങ്ങളോടെ കൂടുതൽ സ്പോർട്ടിയായിട്ടാണ് സിട്രോൺ C3 ലിമിറ്റഡ് സ്പോർട്സ് എഡിഷന്റെ വരവ്. മുന്നിലെ ബമ്പർ മുതൽ ബോണറ്റിലും റൂഫിലും വരെ ഈ മാറ്റങ്ങൾ കാണാനാവും. മുന്നിലെ ഡോറുകളിൽ സ്പോർട്ടി എഡിഷൻ ബാഡ്ജിംഗും നൽകിയിട്ടുണ്ട്. 10.2 ഇഞ്ച് ടച്ച് സ്ക്രീനിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ, 4 സ്പീക്കറുകൾ, 6 എയർ ബാഗ് സുരക്ഷ, ABS വിത്ത് EBD എന്നിവയാണ് പ്രധാന ഇന്റീരിയർ ഫീച്ചറുകൾ. അതേസമയം എത്ര എണ്ണം C3 സ്പോർട്സ് എഡിഷൻ പുറത്തിറക്കുമെന്ന് സിട്രോൺ വ്യക്തമാക്കിയിട്ടില്ല. പുതിയ ഗാർനറ്റ് റെഡ് എക്സ്റ്റീരിയർ പെയിന്റാണ് സിട്രോൺ C3 സ്പോർട്സ് എഡിഷനിൽ നൽകിയിരിക്കുന്നത്. സ്പോർട്സ് തീംഡ് സീറ്റ് കവറേജും അവയോട് യോജിക്കുന്ന കാർപ്പറ്റ് മാറ്റുകളും സീറ്റ് ബെൽറ്റ് കുഷ്യനുകളും സ്പോർട്ടി പെഡൽ കിറ്റും ലിമിറ്റഡ് എഡിഷനിലുണ്ട്. 15,000 രൂപ അധികം നൽകിയാൽ ഡാഷ് ക്യാം, വയർലെസ് ചാർജർ എന്നിവ അടങ്ങിയ ടെക് കിറ്റും ലഭിക്കും. 10 സെക്കൻഡിൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ C3ക്ക് സാധിക്കും. ലൈവ് MT വകഭേദത്തിന് 6.23 ലക്ഷം രൂപയും സ്പോർട്സ് എഡിഷന് 6.44 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില. ഫീൽ MTക്ക് 7.52 ലക്ഷം രൂപയാണെങ്കിൽ ഇതേ വേരിയന്റിന്റെ സ്പോർട്സ് എഡിഷന് 7.73 ലക്ഷം രൂപയാണ് വില. ഷൈൻ MTക്ക് 8.16 ലക്ഷവും സ്പോർട്സ് എഡിഷന് 8.37 ലക്ഷം രൂപയും ഷൈൻ ടർബോ ATക്ക് 10 ലക്ഷവും സ്പോർട്സ് എഡിഷൻ 10.21 ലക്ഷം രൂപയുമാണ് വിലയിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഇലക്ട്രിക് സ്കൂട്ടറുകളിലേറെ ജനപ്രീതി നേടി റിവറിന്റെ ഇൻഡി സ്കൂട്ടർ. സംസ്ഥാനത്ത് 4 ഇടങ്ങളിൽ ഇതിനോടകം ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ലുക്കിലും മട്ടിലും മറ്റ് സ്കൂട്ടറുകളെ വെല്ലുന്ന പ്രകടനമാണ് ഇൻഡി കാഴ്ചവെക്കുന്നത്. 2021 മലയാളി യുവാക്കൾ ബംഗളൂരുവിൽ സ്റ്റാർട്ടപ്പായി തുടക്കമിട്ട സംരംഭമാണ് ഇന്ന് രാജ്യത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ബ്രാൻഡായി മാറിയത്. രാജ്യത്ത് തരംഗമായി കൊണ്ടിരിക്കുന്ന റിവർ കമ്പനിയുടെ ഇൻഡി ഇലക്ട്രോണിക് സ്കൂട്ടർ ഷോറൂമിന് മുന്നിലാണ് ഞാനിപ്പോഴുള്ളത്. കേരളത്തിൽ ഇതുവരെ റിവറിന് 4 ഷോറൂമുകളാണുള്ളത്. കൊച്ചിക്ക് പിന്നാലെ കേരളത്തിൽ രണ്ടാമതായി ആരംഭിച്ച തിരുവനന്തപുരം പാപ്പനംകോട് ഷോറൂമിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ. ഇവിടെയും ഇപ്പോൾ തരംഗമാണ് ഈ വാഹനം. എന്തൊക്കെയാണ് ഈ സ്കൂട്ടറിൻ്റെ സവിശേഷതകളെന്നും എങ്ങനെയാണ് ഈ വാഹനം ഇത്ര ജനപ്രിയമായത് എന്നും നോക്കാം. ഇതാണ് നമ്മുടെ റിവർ ഇൻഡി വന്നിട്ട് നമുക്ക് 5 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒറ്റ വേരിയൻറ്റ് 5 കളറായിട്ടാണ് വരുന്നത്. നമുക്ക് വരുന്നത് 14 ഇഞ്ചിൻ്റെ അലോയി വീലാണ് വരുന്നത്. 2 സൈഡും ഡിസ്ക് ബ്രേക്ക്, ഡ്യുവൽ സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ്, അതായത് ടോട്ടൽ 55 ലിറ്ററാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. അതിൽ 43 ലിറ്ററാണ് നമുക്ക് ഈ സീറ്റിന് അടിഭാഗത്ത് വരുന്നത്. പിന്നെ വരുന്ന 12 ലിറ്റർ ഫ്രണ്ടിലായിട്ടാണ് ഗ്ലൗ ബോക്സിലാണ് വരുന്നത്. അവിടെ നമുക്ക് മൊബൈൽ ഫോൺ വെക്കാനായിട്ട് പറ്റും. അവിടെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു ഫ്ലോർ ഗേജ് അക്സസറീസിൽ വരുന്നുണ്ട്. ആ ഒരു ഫ്ലോർ ഗേജ് വെച്ചാൽ പോലും നമ്മുടെ കാല് നമുക്ക് ഫ്രണ്ട് ഫുഡ് പെക്സിൽ വെക്കാനായിട്ട് പറ്റും. നമുക്ക് 3 മോഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എക്കോയിൽ വരുമ്പോൾ 110 ആണ് റേഞ്ച് പറയുന്നത്. റൈഡിൽ വരുമ്പോൾ 90, റഷിൽ വരുമ്പോൾ 70 ആണ് വരുന്നത്. ടോപ്പ് സ്പീഡ് വന്നിട്ട് 90 ആണ്, റഷിലാണ് ടോപ്പ് സ്പീഡ് 90 വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ക്ലസ്റ്ററിൽ അറിയാൻ പറ്റുന്നത് റേഞ്ച് അറിയാം, നമ്മുടെ ചാർജ് എത്രയുണ്ടെന്നറിയാം, ടോട്ടൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നറിയാം വെഹിക്കിൾ, പിന്നെ വരുന്ന ടൈം എത്രയാണെന്നുള്ളത് അറിയാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലസ്റ്ററിൽ അറിയാൻ പറ്റുന്നത്. വാറണ്ടി വന്നിട്ട് 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ വണ്ടിയോടൊപ്പം തന്നെ തന്നിട്ടുണ്ട്. എക്സ്റ്റൻഡ് വാറണ്ടി കൂടെ എടുക്കുമ്പോൾ 2 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ കൂടെ കിട്ടും. അങ്ങനെ ടോട്ടൽ 5 വർഷത്തെ വാറണ്ടിയാണ് വണ്ടിക്ക് വരുന്നത്. 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ് വരുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറുകളിലെ SUV എന്നാണ് ഇപ്പോൾ റിവർ ഇൻഡിയെ അറിയപ്പെടുന്നത്. മലയാളി യുവാക്കളുടെ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമായി തുടങ്ങിയ റിവർ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. പിന്നിൽ മലയാളികളാണെന്നത് നമുക്കും അഭിമാനിക്കാം. ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അമൽ, മൈഫിൻ TV, തിരുവനന്തപുരം. ഏറ്റവും കനം കുറഞ്ഞ ഐഫോണുമായി ആപ്പിൾ എത്തുന്നു. iPhone 17 എയർ ഈ വർഷം അവസാനം വിപണിയിലെത്തും. ഈ വർഷം അവസാനം ആപ്പിൾ പുതിയ iPhone 17 എയർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പ്ലസ് മോഡലിന് പകരമായി വരുന്ന ഈ ഐഫോൺ ആപ്പിളിന്റെ ചരിത്രത്തിലെ ഏറ്റവും സ്ലിം ആയതും ഭാരം കുറഞ്ഞതുമായിരിക്കും. 6.6 ഇഞ്ച് ഡിസ്പ്ലേയും 48 മെഗാ പിക്സൽ സിംഗിൾ ക്യാമറയും ഫോണിനുണ്ടായിരിക്കും. സാംസങ് അടുത്തിടെ പുറത്തിറക്കിയ സ്ലിം മോഡലായ ഗാലക്സി S25 എഡ്ജുമായാവും വിപണിയിൽ iPhone 17ന്റെ മത്സരം. ആപ്പിൾ iPhone 17 നിരയിൽ 4 മോഡലുകൾ അവതരിപ്പിക്കും. അതിൽ iPhone 17, iPhone 17 Pro, iPhone 17 Pro Max, ഒരു പുതിയ എയർ മോഡൽ എന്നിവ ഉൾപ്പെടും. പ്ലസ് മോഡലിന് പകരമാണ് എയർ വേരിയന്റ്സ് ആപ്പിൾ അവതരിപ്പിക്കുന്നത്. iPhone 17 എയറിന് വെറും 5.5 മില്ലിമീറ്റർ കട്ടിയാണുണ്ടാവുക എന്നതാണ് ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യം. ആ വാർത്ത സത്യമാണെങ്കിൽ 5.8 മില്ലിമീറ്റർ കട്ടിയുള്ള ഗാലക്സി S25 എഡ്ജിനേക്കാൾ കനം കുറഞ്ഞതായിരിക്കും വരാനിരിക്കുന്ന iPhone 17 എയർ. iPhone 17 എയർ 48 മെഗാ പിക്സൽ സിംഗിൾ ഫ്യൂഷൻ ക്യാമറയുമായി വരുമെന്നാണ് റിപ്പോർട്ട്. സ്റ്റാൻഡേർഡ് 5 iPhone 17ലെ ഫ്രണ്ട് ക്യാമറ 24 മെഗാ പിക്സൽ സെൻസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മിനിമലിസ്റ്റ് ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ഉപയോക്താക്കൾക്ക് iPhone 17 എയർ മോഡൽ കൂടുതൽ ഇഷ്ടപ്പെടുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.